എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ 10 ജനങ്ങളും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ യോഗം നടക്കുകയാണ്. എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഓംകാരമാണ്. 3 പ്രാവശ്യം എല്ലാവരും ഓംകാരം ചൊല്ലുന്നുണ്ടാവും. സമന്വയ സ്തോത്രമാണ്. വൈദികനുള്ള മന്ത്രമാണ് ചൊല്ലുന്നത്. ഒരു വരി ആദ്യം ചൊല്ലും, ബാക്കി ഒരുമിച്ച് ചൊല്ലുന്നതാണ്. വൈദിക മന്ത്രദൃശ പുരാണ, വൈദിക മന്ത്രദൃശ പുരാണ, ഇന്ദ്രം യമം മാതരീശ്വാനമാഹു വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മശക്തേന വിനിർദിശന്തി ശൈവായമീശം ശിവൈത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ബുദ്ധസ്തദാർഹന്നിതി ബൗദ്ധജൈനാ സത്ശ്രീയകാലേതി ച സിദ്ധസന്ധഃ ശാസ്ത്രേതി കേചിത് പ്രകൃതിത് കുമാരാ സ്വാമീതി മാതേതി പിതേതി വധ്യാ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സ ഏക ഏവ പ്രഭുരദ്വദീയഃ. ഇനി നമ്മൾ 13 പ്രാവശ്യം ശ്രീരാമ വിജയമന്ത്രം ചൊല്ലുന്നുണ്ടാവും. ആദ്യം ഒരു പ്രാവശ്യം ചൊല്ലിത്തരും, തുടർന്ന് ഏറ്റു ചൊല്ലിയാണ്. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, 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 ശ്രീരാമ ഈ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിലുള്ള കർത്തവ്യം. ആദ്യമായിട്ട്
ഇവിടെ വേദിയിലിരിക്കുന്ന സ്വാമിനി അമ്മ, അവര് ഗൂഡല്ലൂരാണ് താമസം. സ്വാമി ബ്രഹ്മശ്രീ അംബിക, മാതാ അംബിക ചൈതന്യമയി ദേവിയാണ്. അവരാണ് നമുക്ക് ധർമ്മപ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തീർത്ഥ വിതരണവും സ്വാമിനി തന്നെയാണ് നിർവഹിക്കുന്നത്. പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യദേഹമാണ് നമ്മുടെ പാലയമാട് സാറാണ്, ഭാസ്കരപിള്ള സാറാണ്. ധാരാളം സേവന പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന അദ്ദേഹത്തെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ പഴയൊരു പ്രവർത്തകരായിട്ടുള്ള പനമ്പറ്റ വചനപടവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സമൂഹത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാരായണേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ സംഘടനയുടെ സംഭാവിന്റെ സംഘടനാ സെക്രട്ടറി ശ്രീധരേട്ടനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. ബാക്കി ഈ വേദിയിലിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും മറ്റ് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കെല്ലാം ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പ്രഗണ്ടിന്റെ പ്രഗണ്ട് പ്രസിഡന്റായിട്ടുള്ള വാസുവേട്ടനെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് സാദര നമസ്കാരം. ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി സമയം വൈകിക്കാൻ തയ്യാറില്ല. ആയതുകൊണ്ട് തന്നെയല്ല, സാറിന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നമുക്ക് പിന്നെയാക്കാം. പരിപാടിയിലേക്ക് കിടക്കാം. പൂജനീയ പിള്ള സാറ്, പരംപൂജനീയ സ്വാമിനി ബ്രഹ്മയോഗിനി ശ്രീ മാതാ അംബിക ചൈതന്യമയി, അതുപോലെ തന്നെ പ്രകണ്ഠ സത്സംഗ പ്രമുഖർ പനമ്പറ്റ നാരായണൻ, മഠമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വേലുവേട്ടൻ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും മറ്റ് സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം. പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ തന്നെ ഉദ്ഘാടനത്തിനായി പൂജനീയ പിള്ളസാറിന് ആദരപൂർവ്വം ക്ഷണിച്ചു. സാറ് നിന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇരുന്നാണ് സംസാരിക്കുന്നത്. എന്നിവിടെ മാതാജി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മഹത്വക്കൾക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ചരിത്രപരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സദസ്സാണ്, ഒരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കൃതിയെ വൈദേശിക ആക്രമണത്തിന് വിധേയമായി നമ്മളുടെ മഹാക്ഷേത്രങ്ങൾ, നമ്മൾ ആരാധിക്കുന്ന പുണ്യസ്ഥലങ്ങളൊക്കെ അന്യാധീനപ്പെട്ട് കഴിഞ്ഞത് നമ്മൾ മറക്കാറായിട്ടില്ല.
ആ സംഭവത്തിൻ്റെ ശേഷം ഇന്ത്യ 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും പൂർണ്ണമായി നമുക്ക് അവകാശപ്പെട്ടത് ലഭിക്കാനിടയാകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. നമ്മുടെ പല പുണ്യസ്ഥലങ്ങളും അതുമായി ബന്ധമില്ലാത്ത വിഭാഗങ്ങളുടെ കയ്യിൽ അകപ്പെടുകയും അവിടെ പോകുന്നതിന്, അവിടെ തീർത്ഥാടനം നടത്തുന്നതിന് വളരെയധികം ദുഷ്കരമായ സാഹചര്യത്തെ നേരിടുകയും ചെയ്യുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയിൽ വിസ്മരിക്കാൻ കഴിയുകയില്ല. ഇതിലെല്ലാം ഉപരിയായി നമ്മളേറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ആദരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആസ്ഥാനം, അദ്ദേഹം ജനിച്ചത്, അദ്ദേഹം വളർന്ന സ്ഥലം അത് അന്യാധീനപ്പെടുകയും അവിടെ ഒരു പള്ളി ഒരു അക്രമകാരിയുടെ പേരിൽ ഉയർന്നതും അത് ഇച്ഛാശക്തിയുള്ള, കർമ്മശേഷിയുള്ള, ഭാരതാംബയെ സ്നേഹിക്കുന്ന നമ്മളുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ ശ്രമഫലമായി അത് നിഷ്കാസനം ചെയ്യാനിടയായതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വസ്തുതയാണ്. ആരാണ് രാമനെന്നും അയോധ്യാധിപതിയായ ദശരഥൻ്റെ 4 മക്കളിൽ മൂത്ത മകനായ രാമൻ ആരായിരുന്നു എന്ന് വാൽമീകി രാമായണം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. വാൽമീകി രാമായണത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഒരുപക്ഷെ എഴുത്തച്ഛൻ്റെ കളിപ്പാട്ട് മാത്രം വശമാക്കി നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാൽമീകി രാമായണത്തിൻ്റെ ആധ്യാത്മിക തത്വങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ കേരളീയർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുഞ്ചത്ത് രാമാനുജൻ എഴുതിയതാണ് ആധ്യാത്മ രാമായണം കളിപ്പാട്ട്. മാത്രമല്ല 18 പുരാണം എഴുതിയ വേദവ്യാസൻ ആധ്യാത്മ രാമായണം രചിച്ചിട്ടുണ്ട്. ഈ പുരാണങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് വിസ്തരിച്ച് ഉപന്യസിക്കാനുണ്ടെങ്കിലും വിസ്താര ഭയത്താൽ ഞാനത് ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. വ്യാസൻ 18 പുരാണം എഴുതിയതറിയാം. അഷ്ടാദശ പുരാണത്തിൽ വ്യാസൻ ചെന്നത് 2 കാര്യം. 18 പുരാണത്തിൽ വ്യാസൻ 2 കാര്യം പറയാനാണ് 18 പുരാണം എഴുതിയത്. സാഗരപ്പരപ്പ് പോലെ അപാരമായ, അതുപോലെ അഗാധമായ വിസ്തൃതിയും ആഴവുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതിയ വ്യാസൻ മഹാഭാരതം തന്നെ 1.25 ലക്ഷം ശ്ലോകങ്ങളാണ്. അങ്ങനെ എഴുതിയ വ്യാസൻ ഈ പുരാണങ്ങളെല്ലാം എഴുതിയത് 2 കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. അഷ്ടാദശ പുരാണത്തിൽ വ്യാസൻ ചെന്നത് 2 കാര്യം. ആ 2 കാര്യം പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പാപം ചെയ്യുന്നത് അന്യർക്ക് ദുഃഖമുണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതി നമ്മുടെ ആധ്യാത്മിക സംസ്കൃതിയെ പുഷ്ടിപ്പെടുത്തുവാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിനെയാണ് വേദവ്യാസൻ എന്ന് പറയുന്നത്. ആ ആധ്യാത്മിക രാമായണമാണ് നമ്മൾക്ക് വശമായിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠതരമായി വാൽമീകി രാമായണത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരായിരുന്നു വാൽമീകി. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ കഥയെപ്പറ്റി ഞാൻ പറയുന്നില്ല. വാൽമീകി ഒരു തമസാ നദിയുടെ തീരത്ത് സായംകാല സന്ധ്യയിൽ ഉല്ലസിക്കുമ്പോൾ, ഉലാത്തുമ്പോൾ 2 ഇണക്കിളികൾ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിലിരുന്ന്
സ്വൈരസല്ലാപം ചെയ്യുന്നത് കണ്ട് ഒരു വനവേടൻ അതിൻ്റെ ഇണക്കിളികളിൽ ഒന്നിനെ ഇത് താഴെയിട്ട് ആ ഇണക്കിളി താഴെ കിടന്ന് പിഴയുന്നത് കണ്ടപ്പോഴാണ് വ്യാസൻ പറഞ്ഞത്, വാൽമീകി പറഞ്ഞത്, മാ നിഷാദ, അരുത് കാട്ടാള, നീ അത് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ മാ നിഷാദ പ്രതിഷ്ഠ എന്നാരംഭിച്ച അനുഷ്ഠുപ്പ് വൃത്തത്തിലുള്ള ആ ശ്ലോകമാണ് വാൽമീകി രാമായണത്തിന് കാരണമായി. ആ വാൽമീകി രാമായണം എത്ര ശ്രേഷ്ഠതരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അതിനെപ്പറ്റി, രാമനെപ്പറ്റി പറയുന്നത് കൊണ്ട്, അയോധ്യയെപ്പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അയോധ്യയുടെ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം. രാമൻ വനവാസത്തിന് പോയതറിയാം, സീതയെ വിവാഹം കഴിച്ചതറിയാം, സീത രാമനുമായിട്ട് പറയുന്നത് അറിയാം. കാട്ടിൽ പോകുന്ന സമയത്ത് നീ വരണ്ട, കാട്ടിൽ ദുഷ്ടമൃഗങ്ങളുണ്ട്, രാക്ഷസന്മാരുണ്ട്, കാട്ടുജാതിക്കാരുണ്ട്, ഒരു തരത്തിലും നീ വരരുതെന്ന് പറയുമ്പോൾ സീത രാമനോട് ചോദിക്കുന്നു, നിങ്ങളെന്നെ പാണിഗ്രഹണം ചെയ്ത സമയത്ത് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്തത് ഓർമ്മയില്ലേ? നിങ്ങളെന്താണ് ചെയ്ത പ്രതിജ്ഞ? പ്രാണാവസാന കാലം വരെയും പിരിയത്തില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതിനെ കൈപിടിച്ച സന്ദർഭം നിങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് എത്ര ദുഷ്കരമായാലും ഭീതിതമായാലും വൈഷമ്യമേറിയതായാലും നിങ്ങൾ അനുഭവിക്കുന്ന അതേ അവസ്ഥ എനിക്കും അനുഭവിക്കണം, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറയുന്ന ഉത്തമയായ ഒരു ഭാര്യയാണ് രാമായണ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. ഇപ്പോഴുള്ളവരെന്നെ പറയും, താപ്പോയ്ക്കോ ഞാൻ വരുന്നില്ല എന്ന് പറയും. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാണാവസാന കാലം വരെ പിരിയത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് എന്നെ പാണിഗ്രഹണം ചെയ്ത നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളോട് വരുമെന്ന് ശഠിക്കുന്ന ഭാര്യയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത്. തൻ്റെ അച്ഛൻ ഇളയമ്മയ്ക്ക് കൊടുത്ത വാക്ക് അച്ഛനത് പറയാൻ വയ്യ. കഥയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഇങ്ങനൊരു വാർത്ത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ രാമൻ ഏത് സന്ദർഭത്തിലാണ്? നാളെ രാവിലെ അയോധ്യയുടെ യുവരാജാവായി താൻ അഭിഷേകം ചെയ്യും എന്ന് വിചാരിച്ച് അതിനുള്ള കോപ്പുകളെല്ലാം കൂട്ടി അഭിഷേക സമയം വരെ, യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് വരെ മറ്റാരും അറിയരുതെന്ന് വിചാരിച്ച് ദുഃഖഗ്രഹത്തിൽ പ്രവേശിച്ച ആ ദശരഥന് തൻ്റെ പിതാവ് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് മകൻ്റെ ധർമ്മമാണ്. ഉത്തമനായ, മധ്യമനായ, അധമനായ മകൻ്റെയും ശിഷ്യന്മാരുടെയും ഗുണഗണങ്ങൾ എന്താണെന്ന് ശരിക്കും എനിക്കറിയാം. ഉത്തമനായ പുത്രനായാലും ശിഷ്യനായാലും ഗുരുവോ പിതാവോ പറഞ്ഞ ലക്ഷണം തന്നെ അനുസരിക്കുമെന്നും, മധ്യമനാണെങ്കിൽ അനുസരിക്കും, അല്പം വൈകിയാണെങ്കിലും അനുസരിക്കും, അധമനാണെങ്കിൽ ഒരിക്കലും അനുസരിക്കുകയില്ല എന്ന് ഉത്തമ, മധ്യമ, അധമമായ മക്കളുടെ ധർമ്മം, കർമ്മം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ രാമൻ പറയുകയാണ്, ഞാൻ ഉത്തമനായ മകനാണ്. എൻ്റെ അച്ഛൻ രാമൻ ഘട്ടത്തിൽ എൻ്റെ ഇളയമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം രാമൻ, ശ്രീരാമചന്ദ്രൻ വിഷമിച്ച് കിടക്കുന്ന, കരഞ്ഞ് ദുഃഖിതനായി കിടക്കുന്ന അയോധ്യാധിപതിയോടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അല്ലയോ പിതാവേ, അങ്ങ് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. ഞാനത് നിർവഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങ് എന്നെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം, അനുഗ്രഹിച്ചയക്കണമെന്ന് പറയുന്ന ഒരു പുത്രനെയാണ് നമ്മൾ അധ്യാത്മരാമായണം, വാൽമീകി രാമായണത്തിൽ കാണുന്നത്. അങ്ങനെ അനുഗ്രഹിച്ചയച്ചു.
കൂടെ അർജുനൻ കൂടെ സീത പോകുന്നു, ലക്ഷ്മണൻ പോകുന്നു. ഒക്കെ തന്ത്രപരമായി രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനാണ് ദശരഥൻ തീരുമാനിച്ചത്. കുറച്ചു നാൾ കഴിഞ്ഞ് ഭരതൻ വന്നു. വാർത്തകൾ അത്രയും പറഞ്ഞു. അമ്മയെ വേണ്ട വിധത്തിൽ ശകാരിച്ചു. എൻ്റെ അമ്മ ഇത് ചെയ്തതിൽ ഞാൻ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരതൻ രാജാവായി അഭിഷേകം ചെയ്യാൻ നിയുക്തനായ ഭരതൻ ഒരു കാരണവശാലും ഞാൻ ജ്യേഷ്ഠനിരിക്കേണ്ട സിംഹാസനത്തിൽ ഞാൻ ഇരിക്കയില്ല എന്നും ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അയോധ്യാനിവാസികളായ ആളുകളെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. തൻ്റെ ശ്രീരാമൻ്റെയും സീതയുടെയും സംരക്ഷണം ഏറ്റെടുത്ത് നടക്കുന്ന ലക്ഷ്മണൻ ദൂരെ നിന്നും ഭരതൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ, തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വരികയാണ് എന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് തൻ്റെ ജ്യേഷ്ഠനോട് പറയുന്നു, ജ്യേഷ്ഠ, ഈ കാട്ടിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഭരതൻ സൈന്യസമേതം വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്മണോപദേശം എടുത്ത് പരിശോധിക്കണം. നീ എന്താണ് പറയുന്നത്? വിവരമില്ലായ്മ പറയുന്നത്. നിനക്കിതൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്ന അത് നമുക്ക് രാമായണത്തിൽ കൂടെ കാണാൻ കഴിയും. അങ്ങനെ അങ്ങനെ ഭരതൻ ശ്രീരാമയജ്ഞൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങ് തിരിച്ച് രാജ്യത്ത് വരണം, രാജാവായി വാഴണം, ഒരു കാരണവശാലും 14 വർഷം കഴിയാതെ ഞാൻ വരികയില്ല എന്ന് ശഠിച്ചപ്പോൾ ജ്യേഷ്ഠൻ്റെ പ്രതിപുരുഷനായി ഞാൻ ഈ രാജ്യം വാഴാം, ജ്യേഷ്ഠൻ്റെ മെതിയടി തരണം, പാദരക്ഷ തരണമെന്നാവശ്യപ്പെട്ട് ആ പാദരക്ഷ രണ്ടും വാങ്ങിച്ചു കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് രാമൻ്റെ സേവകനായി രാജ്യം ഭരിച്ച ഭരതനെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് സഹോദര സ്നേഹം. ഒരിക്കലും ഞാൻ ഈ സിംഹാസനത്തിന് അർഹനല്ല എന്നും എൻ്റെ ജ്യേഷ്ഠൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ അർഹനല്ല എന്നും ഒരിക്കലും ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കില്ലെന്നും പ്രതിജ്ഞ ചെയ്യുന്ന ഭരതനെ നമുക്ക് രാമായണത്തിൽ കാണാം. അങ്ങനെ ആ പാതകം കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് അത് പൂജ ചെയ്ത് രാജ്യം ഭരിക്കുന്ന ഭരതൻ. ഞാൻ നീട്ടിപ്പറയുന്നില്ല. 14 വർഷം കഴിഞ്ഞ് സീതാപഹരണം, സീതയെ തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ വരുന്നു. അയോധ്യയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഹനുമാനെ വിളിച്ചു പറഞ്ഞു, നാളെ 14 വർഷം പൂർത്തിയാകുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ നേരെ അയോധ്യയിലേക്ക് പോകണം. അയോധ്യയിൽ ചെന്നിട്ട് ഭരതനോട് പറയണം, നാളെ 14 വർഷം പൂർത്തിയാകുകയാണ്. തൊട്ടടുത്ത ദിവസം രാമനും പരിവാരങ്ങളും കൂടെ തിരിച്ച് അയോധ്യയിലെത്തും എന്ന് പറയണം. പറയുന്ന സന്ദർഭത്തിൽ നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭരതൻ്റെ മുഖം ശരിയായി വീക്ഷിച്ചുകൊണ്ട് വേണം നീ ഇത് പറയാൻ. പറയുമ്പോൾ സ്വാഭാവികമായി ഭരതൻ്റെ മുഖത്ത് ഏതെങ്കിലും തരത്തിലൊരു വ്യത്യാസം കണ്ടാൽ അത് സൂക്ഷ്മമായി ഗ്രഹിക്കാൻ കഴിയുന്നവനാണ് ഹനുമാൻ. സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് നീ വരണം, നമുക്ക് അങ്ങോട്ട് പോകണ്ട. എന്തെങ്കിലും വൈകല്യം ഭരതനുണ്ടെങ്കിൽ, എന്തെങ്കിലും മുഖത്തിന് വിരുദ്ധതയുണ്ടായാൽ, ആ സ്വാഭാവികമായ രീതിക്ക് മാറ്റമുണ്ടായാൽ നമ്മളത് മനസ്സിലാക്കി എന്നോട് ഒന്ന് പറയണം, ഒന്നും പറയാൻ തിരിച്ചു പോരണം. ഹനുമാൻ ചെന്നു, ഭരതനെ കണ്ടു, തൊഴുതു വണങ്ങി. എന്താണ് ആഗമനോദ്ദേശം? അത് നാളെ 14 വർഷം പൂർത്തിയാകുകയാണ്. ജ്യേഷ്ഠനും പരിവാരങ്ങളും നാളെ വരും, അതറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, നാളെ
വൈകുന്നതിനകം എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ വന്ന് ഈ സിംഹാസനം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കും, പിന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ ജീവിച്ചിരിക്കയില്ല എന്ന് പറയുന്ന ത്യാഗത്തിൻ്റെ ഇത്രമാത്രം ത്യാഗബോധമുള്ള സംസ്കാരം വളർത്തിയ ഒരു നാട്. അതാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക തത്വശാസ്ത്രത്തിൻ്റെ ആകത്തുക. അതുകൊണ്ടാണ് ഭാരതത്തെ ത്യാഗഭൂമി എന്ന് പറയുന്നത്. ഭോഗഭൂമിയല്ല, ത്യാഗഭൂമിയാണ് ഭാരതം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഋഷീശ്വരന്മാർ പറഞ്ഞത് വസുധൈവ കുടുംബകം. അതുകൊണ്ടാണ് നമ്മുടെ ചിരപുരാതന ഋഷികൾ പറഞ്ഞത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരു പ്രാണികൾക്ക് പോലും വേദന ഉണ്ടാകരുത്. ആ വേദന ഉണ്ടായാൽ തൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കും. ആ വിഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ജീവജാലത്തിനും പ്രകൃതിയിൽ ദുഃഖമുണ്ടാകരുതെന്ന് പറയാൻ കരുത്തുള്ള, കെൽപ്പുള്ള, ഏറ്റവും സംസ്കാരചിത്തമായ മനസ്സിൻ്റെ ഉടമയായ ഒരു സംസ്കാരം വളർത്തിയ നാടാണ് ഭാരതം. അതുകൊണ്ടാണ് രാഷ്ട്രഭാരതം. ഋഷികളുടെ സംസ്കാരം വളർത്തിയ നാടാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഋഷികൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവത്തെ പറ്റി പഠിച്ചു. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം എങ്ങനെയാണെന്ന് പഠിച്ചു. പക്ഷേ അവർക്ക് പിന്നെയും സംശയം വന്നു. സംശയം വന്നത് എന്താണ്? എല്ലാവരും പറയും ഞാനെന്ന്. ഈ ഞാൻ ആരാണെന്ന് അവർ പരിശ്രമിച്ചു. സ്വന്തം ശരീരത്തെ പരീക്ഷണശാലയാക്കി അവർ യഥാർത്ഥമായ ഞാൻ എന്താണെന്ന് അന്വേഷിച്ചു വനാന്തർഭാഗങ്ങളിൽ പോയി ഗുഹകളിലിരുന്നു. അതുപോലെ തന്നെ ഘോരമായ വനത്തിൻ്റെ ഉള്ളിലിരുന്ന് കാട്ടിലെ കായ്കനികളിലും കാട്ടുചോലയിലെ വെള്ളവും കുഴിച്ച് ജീവൻ നിലനിർത്തിയ നമ്മുടെ ഭാരതീയ ഋഷിമാര് ഞങ്ങൾ കാണേണ്ടതിനെ കണ്ടു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് സ്കൂളിൻ്റെ ഉടമസ്ഥൻ ഭാസ്കരൻ പിള്ള സാർ ഇപ്പം സംസാരിക്കും, ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഭാസ്കരൻ പിള്ളയാണോ, ഞാൻ വാസുദേവനാണോ, ഞാൻ നാരായണൻകുട്ടിയാണോ, ഞാൻ മാതാജിയാണോ, ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച നമ്മുടെ ഋഷീശ്വരന്മാർ. ഈ ശരീരം എൻ്റേതാണ്, ഞാനല്ല. ഈ കൈ എൻ്റേതാണ്, ഞാൻ കൈയല്ല. കൈയുടെ ഉടമസ്ഥനാണ് ഞാൻ. ഈ ശരീരം എൻ്റേതല്ല, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ. എൻ്റെ ശരീരമാണ്, എൻ്റെ കൈയാണ്, എൻ്റെ പ്രസംഗമാണ്, എൻ്റെ ഷർട്ടാണ്, എൻ്റെ കാലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കാലിൻ്റെ ഉടമസ്ഥൻ മാറി നിൽക്കുകയാണ്. ഇനി ആ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് എൻ്റെ മനസ്സാണോ? ഞാൻ മനസ്സിൻ്റെ അധിപതിയാണ്. എൻ്റെ മനസ്സല്ല, എൻ്റെ ബുദ്ധിയാണോ? ബുദ്ധിയുടെ അധിപതിയാണ് ഞാൻ. അതിനും അപ്പുറത്ത് നിൽക്കുന്നതെന്നോ ഏതോ ഒന്നാണ് ഞാൻ, അതിനാണ് ഞാൻ എന്ന് പറയുന്നത്. എൻ്റെ ബുദ്ധി അവിടെ എത്തുന്നില്ല, എൻ്റെ മനസ്സവിടെ എത്തുന്നില്ല, എൻ്റെ പാദം അവിടെ എത്തുന്നില്ല, എൻ്റെ ശരീരം അവിടെ എത്തുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി തന്നെ നിലനിൽക്കുകയാണ്. ഈ സംശയം ഒരിക്കൽ ശങ്കരാചാര്യസ്വാമികൾക്ക് സംശയമല്ല. ശങ്കരാചാര്യസ്വാമികളോട് ഒരാൾ ചോദിച്ചു, നീ ആരാണ്? നിങ്ങൾ ആലോചിക്കണം, ശങ്കരാചാര്യർ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച ആദിശങ്കരൻ, കാരണിയിലെ ശങ്കര ആചാര്യനാകുന്നതിന് മുമ്പ് ശ്രീ ശങ്കരനായിരിക്കുന്ന കാലത്ത് ഗുരുവിനെ അന്വേഷിച്ചു പോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വലിയ ഗുഹാമുഖം പാറ കൊണ്ട് അടച്ചിരിക്കുകയാണ്. പുറത്തേക്കാൾ പെരുമാറ്റം കേട്ട് അകത്ത് വരുന്ന ഒരാൾ ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ ശങ്കരൻ മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? ഞാൻ കാലടിയിൽ നിന്ന് വരുന്ന, പെരിയാറിൻ്റെ തീരത്തുള്ള കാലടിയിൽ നിന്ന് വരുന്ന ആര്യാന്തർജനത്തിൻ്റെ മകൻ ശങ്കരനാണ് എന്നല്ല നമ്മളൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. ആരാണെന്ന് ചോദിച്ചാൽ പറയും, സാറിന് എന്നെ അറിയത്തില്ലേ, ഞാൻ അവിടെ പഠിച്ചതാണല്ലോ, എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സാധാരണ നമ്മളൊക്കെ പറയുന്നതാണ്. പക്ഷെ ശങ്കരൻ പറഞ്ഞതെന്താ? ഞാൻ ആര്യാന്തർജനത്തിൻ്റെ മകനാണോ? അല്ല, ആര്യാന്തർജനത്തിൻ്റെ അമ്മയാണെന്നല്ല പറഞ്ഞത്, അല്ലെ അവരുടെ മകനാണെന്നല്ല പറഞ്ഞത്. ആ ശങ്കരൻ പറഞ്ഞത്, ഞാൻ മനസ്സല്ല, മനോബുദ്ധ്യഹങ്കാര ചിത്താനിദാഹം. ഞാൻ മനസ്സല്ല,
ബുദ്ധിയല്ല, അഹങ്കാരമല്ല, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ചിത്തമല്ല, നജവ്യോമ ഭൂമീന തേജോന വായു. ഞാൻ ആകാശമല്ല, ഭൂമിയല്ല, തേജസ്സല്ല, വായുവല്ല. പിന്നെ നജവ്യോമ ഭൂമീന തേജോന വായു. അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, തൊക്കല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന കർണം ന ജിഹ്വ ന ചഘ്രാണ നേത്രേ നജവ്യോമ ഭൂമീന തേജോന വായു. ഞാൻ ആകാശമല്ല, നജവ്യോമ ഭൂമിയല്ല, വായുവല്ല, തേജസ്സല്ല. പിന്നെ ഞാനാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ സത്ത് ആനന്ദം, സത്ത് ആനന്ദ സ്വരൂപനായ നിർമ്മലനായ പരിശുദ്ധനായവനാണ്, പരിശുദ്ധനായവനാണ്, മംഗളകാരകനാണ്, അല്ലാതെ ഞാൻ മറ്റൊന്നുമല്ല. അതാണ് ഞാൻ. അഹം ബ്രഹ്മാസ്മി. നമ്മുടെ ആളുകളൊക്കെ പറയും, ആചാര്യന്മാർ പറഞ്ഞു, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവാണ് ബ്രഹ്മം. നമ്മളൊക്കെ ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് തത്വമസി. ശബരിമല എഴുതി വെച്ചിട്ടുള്ള തത്വമസി. എല്ലാവരും തത്വമസി കാണും, തത്വമസി എന്ന് വായിക്കും. അപ്പം തത്വമസി എന്താണ്? ഞാനാണ് ബ്രഹ്മം. തത്വമസി അത് നീയാണ്. ഞാനും നീയും ബ്രഹ്മമാണെങ്കിൽ സർവം കൽവിതം ബ്രഹ്മ. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും ഈശ്വരനാണ് എന്ന് പറയാൻ പഠിപ്പിച്ച കെൽപ്പുള്ള ആർജവമുള്ള ഒരു സംസ്കാരം വളർത്തിയ നാടാണ് ഭാരതം. നമ്മുടെ സംസ്കാരം എവിടെ പോയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആദിശങ്കരൻ പറഞ്ഞ ആദിശങ്കരൻ ആചാര്യനാകുന്നത്, ഒരാചാര്യൻ എങ്ങനെയാകുന്നു? ആചാര്യൻ പറഞ്ഞു, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ ആചാര്യൻ അദ്വൈതാചാര്യനാണ്. അദ്വൈതം രണ്ടെന്ന ഭാവമില്ലാത്തത്, ഏകമേവാദ്വിതീയം ബ്രഹ്മ. ഏകമായിട്ടൊന്നേ ഉള്ളൂ, അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ്. അത് ഈശ്വരൻ ബ്രഹ്മമെന്ന് പറയുന്നതാണ്. ഏകമേവാദ്വിതീയം ബ്രഹ്മ. അപ്പോൾ അതാണ് ബ്രഹ്മം. ഇത് ദശോപനിഷത്ത്, 10 ഉപനിഷത്തും ബ്രഹ്മസൂത്രവും വേദാന്ത സൂത്രവും പ്രസ്ഥാനത്രയങ്ങളെന്ന്. പ്രസ്ഥാനത്രയത്തിലെ ഗ്രന്ഥങ്ങൾ 1 ബ്രഹ്മസൂത്രം, 2 ഭഗവത്ഗീത, 3 ദശോപനിഷത്ത്. അപ്പം ദശോപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും തൻ്റെ മതം സ്ഥാപിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥമായ ആധ്യാത്മിക തത്വം. ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്, അതാണ് ഈശ്വരൻ. ഈ ആത്മാവാണ് ഈശ്വരൻ എന്ന് സ്ഥാപിച്ചപ്പോൾ ഈ അദ്വൈതം, ദ്വൈതം എന്ന് പറഞ്ഞാൽ 2, അദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നെന്നുള്ളത്. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും 2. അത് കഴിഞ്ഞാൽ വിശിഷ്ടാദ്വൈതം. ആ വിശിഷ്ടാദ്വൈതവും കളഞ്ഞ് അദ്വൈതത്തിലേക്ക് എത്തും. ശങ്കരൻ പറഞ്ഞു, അദ്വൈതം പരമാർത്ഥോഹി. അദ്വൈതമാണ് പരമായ സത്യം. ദ്വൈതം തൽഭേദ വിജയതേ. ദ്വൈതം അതിൻ്റെ ആരംഭപടിയാണ്, ചവിട്ടുപടിയാണ്. 18 പടി കഴിഞ്ഞെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റുമെങ്കിൽ 1ാമത്തെ പടിയിൽ കയറിയിട്ട് പറഞ്ഞു ഇനി കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ആ 18 പടി ചവിട്ടി കഴിഞ്ഞാലേ ഭഗവാനെ കാണാൻ പറ്റൂ. അതുപോലെ ദ്വൈതത്തിൽ കൂടെ മാത്രമേ വിശിഷ്ടാദ്വൈതത്തിലും അദ്വൈതത്തിലും എത്താനൊക്കൂ. അത് സമർത്ഥിച്ച് അങ്ങനെ ആയ ആളാണ് ഒരു ആചാര്യൻ. അതാണ് ശങ്കരാചാര്യ സ്വാമി. ആ ശങ്കരാചാര്യ സ്വാമികളുടെ ആധ്യാത്മിക തത്വശാസ്ത്രമാണ് ഏകമേവാദ്വിതീയം ബ്രഹ്മ. ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല എന്ന് പറയാൻ പഠിപ്പിച്ച ഒരു സംസ്കാരം വളർത്തിയ നാടാണ് വൈദേശികാക്രമണത്തിൻ്റെ പേരിൽ അധപ്പതിച്ചു പോയത്. ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ വന്നത്. ഞാൻ ദ്വാരകയിൽ ചെന്നപ്പോൾ അന്തം വിട്ടുപോയി. കൃഷ്ണൻ്റെ ജന്മസ്ഥലം, നമ്മളേറ്റവും കൂടുതൽ ആദരിക്കുന്ന കൃഷ്ണന്, അത് ആ കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഇന്ന് വളരെ വികൃതമായി നിൽക്കുകയാണ്. ആ മധുരയിൽ അക്രമകാരികളുടെ കയ്യിലകപ്പെട്ടിട്ട് ഒരു ഭാഗത്ത് മതിൽ കെട്ടിയിട്ട്, അത് ഇരുമ്പ് കൊണ്ടുള്ള മതിൽ കെട്ടിയിട്ട്, ഒരു 2 ഭാഗത്തും പോലീസ് നിൽക്കുകയാണ്.
മതിലിൻ്റെ ആ ഇരുമ്പ് മറയുടെ ഒരു ഭാഗത്ത് അഴിയിട്ടിരിക്കുകയാണ്, കാണാം. ഒരു ഭാഗത്ത് മുസ്ലിം പള്ളി, മറുഭാഗത്ത് കൃഷ്ണന്റെ ഗർഭഗൃഹം. മുകളിൽ നിന്ന് കീഴ്പോട്ട് നോക്കാനേ പറ്റൂ, ഇറങ്ങാൻ പറ്റുകയില്ല. അത്ര ദുഷ്കരമായ അവസ്ഥയാണ് ഇന്നും നിൽക്കുന്നത്. അതുകൊണ്ടാണ് അയോധ്യ കഴിഞ്ഞപ്പോൾ കാശിയും അതുപോലെ തന്നെ മറ്റു പല നമ്മുടെ പുണ്യസ്ഥലങ്ങൾ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൈന്ദവ സംസ്കൃതി ഉൾക്കൊള്ളുന്നവരതിനു വേണ്ടി പോരാടുന്നത്. ഞാൻ ഒരുപാട് സമയം പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. ഇങ്ങനെയുള്ള നമ്മുടെ പൈതൃകത്തിന് സംഭവിച്ച ക്ഷതത്തെ ത്രാണനം ചെയ്തുകൊണ്ട് എപ്പോഴാണ് അവതാരമുണ്ടാകുന്നതിനൊരു കാരണമുണ്ട്. എപ്പോൾ ധർമ്മത്തിന് അധപ്പതനോ അധർമ്മത്തിന് ഉദ്ഗതിയും വരുമോ അപ്പോൾ ഞാൻ ധർമ്മത്തെ രക്ഷിക്കാൻ അവതാരം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഒരു അവതാര പുരുഷൻ ഭാരതത്തിൽ ഉണ്ടാകുകയും ആ അവതാര പുരുഷന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് നമ്മുടെ ആധ്യാത്മിക കേന്ദ്രമായ നമ്മുടെ ആരാധ്യ പുരുഷനായ രാമന്റെ ജന്മസ്ഥലം വീണ്ടെടുക്കാൻ ഇടയാകുകയും ചെയ്തതിൻ്റെ സ്മരണയെ നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ശ്രീരാമചന്ദ്രനെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ശ്രീരാമചന്ദ്രന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന രാവണനോട് മണ്ഡോദരി എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ അത് ആരാണെന്ന് പറയുമോ എന്നെനിക്ക് ഒരു ചെറിയ സംശയം ഇല്ലാതില്ല, പക്ഷേ ചോദിക്കുന്നില്ല. മണ്ഡോദരി രാവണന്റെ ഭാര്യയാണ്. ആ മണ്ഡോദരി രാമനുമായി യുദ്ധത്തിൽ രാവണൻ പോകുമ്പോൾ പറയുന്നു, നിങ്ങൾ പോകരുത് യുദ്ധത്തിന്. അതെന്താ കാരണം? രാമൻ സാധാരണക്കാരനല്ല. 14 വർഷക്കാലം നിദ്രാരഹിതമായ വ്രതമനുഷ്ഠിച്ച് നിങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് രാമൻ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. പോയാൽ നിങ്ങൾ ഇല്ലാതാകും, നിങ്ങൾ വധിക്കപ്പെടും, മരണപ്പെടും. എനിക്കത് സഹിക്കാൻ കഴിയില്ല. എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് ഞാൻ വിധവയായി കഴിയും എന്ന് പറയുന്ന ഭാര്യയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് മണ്ഡോദരിയുടെ വാക്ക് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. പിതുച്ഛ വചനാൽ രാമോ, പിതാവിൻ്റെ വാക്ക് കേട്ട് രാമൻ പിതുച്ഛ വചനാൽ രാമോ ദണ്ഡകാരണ്യവാസിത ബ്രഹ്മചര്യവൃതയുക്ത സഹപ്രദ വനേചര. നിങ്ങൾ ആലോചിക്കണം, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്കാണ് ബ്രഹ്മചര്യവൃതയുക്തനായി. ഏറ്റവും നിർമ്മലമായ, ഏറ്റവും കോമളമായ, ഏറ്റവും സൗന്ദര്യവതിയായ ഒരു സതീരത്വത്തോട് തൻ്റെ ഭാര്യയോടുകൂടി യൗവനത്തിൻ്റെ ചോരത്തള പൊട്ടും കുറയാത്ത ഒരു കാലഘട്ടത്തിൽ വനത്തിൽ ഏകാന്തമായ വാസമനുഷ്ഠിക്കുന്ന രാമനും സീതയും നൈഷ്ഠികം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് 14 വർഷം താമസിച്ചുവെന്ന് മണ്ഡോദരി പറയുകയാണ്. വിതുച്ഛ വചനാൽ രാമോ ദണ്ഡകാരണ്യവാസിത ബ്രഹ്മചര്യവ്രതയുക്ത. തൻ്റെ സഹോദരനോടൊപ്പം ബ്രഹ്മചര്യവ്രതയുക്തനായിട്ട് ആ വനത്തിൽ താമസിക്കുന്ന രാമൻ സാധാരണക്കാരനല്ല. ശരീര ആരാണ്? തപ്തകാഞ്ചന വർണ്ണാഭ. വാൽമീകി പറയാണ്, തപ്തകാഞ്ചന വർണ്ണാഭ രക്തതുംഗീശുഭ സീതാനാമ വരാരോഹ വൈദേഹീധനു മധ്യമ. സ്വർണത്തിന് തന്നെ ശോഭ കൂടുതലാണ്. ആ സ്വർണം തപിപ്പിച്ച സ്വർണമാണെങ്കിൽ തപ്തകാഞ്ചനം. തപിപ്പിച്ച സ്വർണത്തിൻ്റെ നിറത്തോടു കൂടിയുള്ള സീത രാമനോടൊപ്പം കാട്ടിൽ ഏകാന്തതയിൽ 14 വർഷം നിദ്രാരഹിതമായ ഊണും ഉറക്കവുമില്ലാതെ 14 വർഷം തപസ് ചെയ്തത്. ഹേ രാവണ, എൻ്റെ ഭർത്താവെ തന്നെ കൊല്ലാൻ വേണ്ടിയാണ്, അങ്ങോട്ട് പോകരുതേ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന മണ്ഡോദരിയുടെ വാക്ക് തിരസ്കരിച്ചുകൊണ്ട് പോകുന്ന രാവണനെയാണ് രാമായണ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്ത് പഠിക്കാൻ കേൾപ്പുള്ള ഒരു സംസ്കൃതി രാജ്യത്ത് നിലനിന്നിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ അത് വളരെ ദുഷ്കരമാണ്. ആർക്കും ഇത് ആവശ്യമില്ല. അമ്പലത്തിൽ പോകും, അവിടെ പോയി പ്രാർത്ഥിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും,
കാര്യസാധ്യം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഈ ക്ഷേത്രത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓരോ ക്ഷേത്രത്തിൽ കാര്യസാധ്യ പൂജ, ശത്രുസംഹാര പൂജ, ഇങ്ങനെയൊക്കെ കുറേ പൂജകളുടെ പേരെഴുതി വെച്ച് അതിന് 250 രൂപ, 500 രൂപ, 1000 രൂപ എന്നൊക്കെ എഴുതി വെച്ച് പണം ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അധപ്പതിച്ച് കഴിഞ്ഞിരുന്നു. ക്ഷയത്തിൽ നിന്നും ത്രാണം ചെയ്യുന്നത് ഏതാണോ അതാണ് ക്ഷേത്രം. അതുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സമയം വളരെ കൂടുതലായി, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അരമണിക്കൂർ കൂടുതൽ സംസാരിച്ചു. എനിക്ക് എൻ്റെ ആരോഗ്യം കൂടി വിഷമത്തിലാണ്. എങ്കിലും നിങ്ങളുടെയൊക്കെ കാണുമ്പോൾ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജന്മസാഫല്യം, എൻ്റെ ജന്മ ഉദ്ദേശം സഫലമാകില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആരോഗ്യത്തെ പോലും പരിഗണിക്കാതെ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക തത്വശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് എനിക്ക് അടുത്ത സമയത്ത് അങ്ങാടിപ്പുറം തള്ളി ക്ഷേത്രത്തിൽ വെച്ച് ഒരു പുരസ്കാരം തന്നു. ആ പുരസ്കാരം മനോരമ മാതൃഭൂമിയിലൊക്കെ അത് വിശദമായിട്ടുള്ളതാണ്. ഗൗരീശങ്കര പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര്. ഗൗരീശങ്കര പുരസ്കാരം. ഗൗരി എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭാര്യയാണ്, ശങ്കരൻ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ ഭർത്താവാണ്. അപ്പം ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പുരസ്കാരം തന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞത് ആ ഗൗരീശങ്കരൻ നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ശിവനും പാർവതിയും ആരാണ്, അവരുടെ അവതാര ഉദ്ദേശം എന്തായിരുന്നു, ഓരോ കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇതിനെല്ലാം ആകത്തുക എങ്ങനെയാണ്? ക്ഷേത്രങ്ങൾ ആധ്യാത്മിക തത്വങ്ങളുടെ അല്ലെങ്കിൽ ആധ്യാത്മിക തത്വശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. ഒരു ഉപാധിയിൽ കൂടെ ഈശ്വരനെ കാണാൻ വേണ്ടിയാണ്. അമ്പലത്തിലിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഈശ്വരനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ കവിഞ്ഞൊരു ഈശ്വരനില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈശ്വരനെ കാണാനുള്ള ആ ത്വരയുടെ ആരംഭ വഴിയാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് അതിനെ വിശദീകരിക്കാറുണ്ട്. ഞാനിപ്പോൾ അതിന് തുനിയുന്നില്ല. അതാണ് അതിൻ്റെ അവസാനം ചെന്നെത്തുന്നതാണ് അയമാത്മാ ബ്രഹ്മ, എൻ്റെ ആത്മാവാണ് ഈശ്വരൻ. ആത്മസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാണ് ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിൻ്റെ മഹത്വത്തിന് കാരണമായത് ശബരിമല ശാസ്താവല്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ മഹത്വത്തിന് കാരണമായത് അവിടുത്തെ അയ്യപ്പനാണ്. അയ്യപ്പ സ്വാമി എന്ന് നമ്മൾ വിളിക്കുന്നത് ശബരിമല ക്ഷേത്രം ആക്രമിക്കാൻ മുഗൾ ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ വന്ന പടകളെ പന്തളം രാജാവിൻ്റെ വളർത്തുപുത്രനായ അയ്യപ്പൻ, വില്ലാളി വീരനായ അയ്യപ്പനോട് പറഞ്ഞു, പോയി ക്ഷേത്രം സംരക്ഷിക്കാൻ പറഞ്ഞു പോയി. ഇരുവേലിയിൽ വെച്ച് യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ ബാബനെ ബന്ധനസ്ഥനാക്കി, അടിമയാക്കി, കൂട്ടുകാരനാക്കി മാറ്റി ശബരിമല കൊണ്ട് ഇരുത്തിയേച്ച് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയ അയ്യപ്പനെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ വിഗ്രഹത്തിൽ ലയിച്ച് അതിൻ്റെ മഹത്വം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞ ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ശബരിമല ക്ഷേത്രം. അതോടുകൂടി ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി വളരുകയും ആ ക്ഷേത്രം ഇന്ന് ലോകത്തിൽ മുഴുവനുള്ള ആളുകൾക്കും ആരാധനാ കേന്ദ്രമായി മാറുകയും ചെയ്തു. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ആരാധന നടത്താൻ. ആരാധന പോലും നടത്താൻ എല്ലാവർക്കും അറിയത്തില്ല. ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള ആരാധനാക്രമങ്ങളാണുള്ളത്. പക്ഷേ നമുക്കിതൊന്നും അറിയത്തില്ല. ഇതൊന്നും അറിയേണ്ട ആവശ്യവുമില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ പൂന്താനത്തിൻ്റെ കഥ അറിയാം, നിങ്ങൾ നാരായണപട്ടത്തിൻ്റെ കഥ അറിയാം. പൂന്താനം ഒരു കണ്ണന് നിവേദിക്കാൻ ഒരു കാവ്യം രചിച്ചു. ആ കാവ്യമൊന്ന് തിരിച്ച് മലയാളത്തിലാണ്. അതിൻ്റെ പിഴയൊന്ന് തിരുത്തി തന്നാൽ കൊള്ളാമെന്ന് ഭട്ടതിരി, സംസ്കൃത പണ്ഡിതനായ ഭട്ടതിരിയോട് പറഞ്ഞപ്പോൾ ഭാഷാശ്ലോകം മറ്റു വല്ലവരെയും കൊണ്ട് കാണിക്കെ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞ പണ്ഡിത ഗുരുവനായ ഭട്ടതിരിയെ അന്ന് രാത്രിയിൽ ഭട്ടതിരിയുടെ വാദവ്യാധി വർദ്ധിക്കുകയും അവശനായി, ആലംബഹീനായി, ആർത്തനായി കിടന്ന് വിലപിച്ച് മയങ്ങുന്ന സന്ദർഭത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു,
നിന്റെ രോഗത്തിന് ശമനം വേണമെങ്കിൽ എൻ്റെ ഭക്തന്റെ അത്തൽ തീർക്കണം, ദുഃഖം തീർക്കണം എന്ന് പറഞ്ഞ് അഹങ്കാരിയായ ഭട്ടതിരിയെ ഭക്തന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ച ഭഗവാനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തദാസനായത്. ഭക്തനാണ് മുകളിൽ, ദാസൻ അടിമയാണ്. ആ ദാസൻ അടിമയായ ഭക്തന്റെ അടിമയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് ഒരടി നടത്താൻ ഞാൻ നിന്റെ അടുത്തേക്ക് 10 അടി വരാമെന്ന്. നിങ്ങൾ ഗുരുവായൂർ പോകണ്ട. ഭക്തിയുണ്ടെങ്കിൽ, നിങ്ങൾ പരിചയമുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഈ ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഉത്തമമായ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്തിയിൽ കൂടെ ചരിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിൻ്റെ നാശത്തിന് പരിഹാരം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നും അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് എന്നെ ക്ഷണിച്ച സംഘാടക സമിതിയോട് എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ ആരോഗ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലെത്തിയത് എന്നെ കൊണ്ട് കൂടുതൽ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ ആത്മീയ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്മ നേരുന്നു. നമസ്കാരം.